നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടി ഷോളയൂരിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. രണ്ടാം ഭർത്താവ് രംഗസ്വാമിക്കാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി ഷബാബാണ് അറസ്റ്റിലായത്. പട്ടാമ്പിയിൽ MDMA-യുമായി ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റ്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾക്ക് ക്ഷാമം. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി. മരുന്ന് ക്ഷാമം തുടങ്ങിയിട്ട് 6 മാസം. പ്രതിസന്ധിയിലും ഡയാലിസിസ് മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനം. പോക്സോ കേസിൽ ട്രഷറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ചെർപ്പശ്ശേരി ജില്ലാ ട്രഷറി ജീവനക്കാരനായ തെങ്കര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണർന്നു. മാറ്റുരയ്ക്കുന്നത് 70 സ്കൂളുകളിൽ നിന്നായി 4100ഓളം വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകളിലേക്ക്. അട്ടപ്പാടി ഷോളയൂരിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ഷോളയൂർ തേക്കുമുക്കിയൂരിലെ 40-കാരിയായ വള്ളി കൊല്ലപ്പെട്ട കേസിലാണ് രണ്ടാം ഭർത്താവ് രംഗസ്വാമിക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2014 ഒക്ടോബർ 8 രാത്രി 7 മണിയോടെയാണ് 40-കാരിയായ വള്ളി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. കുടുംബവഴക്കിനിടെ മദ്യപിച്ചെത്തിയ രംഗസ്വാമി വടിയും പാറ പൊട്ടിക്കുന്ന കൂടവും ഉപയോഗിച്ച് വള്ളിയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മണ്ണാർക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ജോമോൻ ജോണാണ് കേസിൽ വിധി പറഞ്ഞത്. പിഴ അടയ്ക്കാത്ത പക്ഷം 2 വർഷം അധിക കഠിന തടവ് അനുഭവിക്കുവാനും ഉത്തരവായി. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. ഈ കേസിലെ പ്രതിയെ ജീവപര്യന്തം തടവ് ശിക്ഷിക്കും. അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും കോടതി ഇന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിലെ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണ് പ്രതി. ഈ കേസിലെ മരണപ്പെട്ട വള്ളിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. ചുറ്റിക കൊണ്ട് വടികൊണ്ടും അടിച്ചാണ് അവരെ കൊലപ്പെടുത്തിയത്. ഈ കേസിൻ്റെ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ഈ സയൻറ്റിഫിക് എവിഡൻസും കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥന് തെളിവായി കൊണ്ടുവരാൻ സാധിച്ചു. ആ രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇത് വിധി പറഞ്ഞിട്ടുള്ളത്. കോടതി ഇതിലെ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം പരിശോധിക്കുകയും അതിൽ കൃത്യമായ ഒരു നിഗമനത്തിൽ കോടതി എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഫോൾസ് എക്സ്പ്ലനേഷനാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് നൽകിയത്. അത് പ്രതി ഹാജരാക്കിയ സാക്ഷിയെ തന്നെ വിശ്വാസയോഗ്യനല്ലെന്നും പ്രതിയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം കളവായി സാക്ഷി പറഞ്ഞിട്ടുള്ളതെന്നും കോടതി കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവിനും ശിക്ഷിച്ചിട്ടുണ്ട്. ഈ കളവ് പറഞ്ഞ സാക്ഷിക്കെതിരെ നടപടിയൊന്നുമില്ല, വേറെ നടപടിയൊന്നുമില്ല. പക്ഷെ അയാളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേസിലെ അന്വേഷണം നടത്തിയത് ഇപ്പോഴത്തെ DCRB DYSP KC വിനു, അതുപോലെ തന്നെ CI ആയിരുന്ന മനോജ് കുമാർ, അതുപോലെ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ CI ദേവസ്യ എന്നിവരാണ്. SCPO സുന്ദരി അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കുകയും സീനിയർ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ, സുഭാഷിണി എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മലപ്പുറം സ്വദേശി 31-കാരനായ ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം മാനൂർ പാലത്തിന് താഴെ റെയിൽവേ ലൈനിന് സമീപത്ത് നിന്നാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. മലപ്പുറം പുഴക്കാട്രി പനങ്ങങ്ങര പൂളക്കൽ വീട്ടിൽ ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാഗിൽ സൂക്ഷിച്ച നിലയിൽ 4 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്ന് പിടികൂടി. ഒറീസയിൽ നിന്ന് കച്ചവട ആവശ്യത്തിനായാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിലും പരിസര സ്റ്റേഷനുകളിലും പരിശോധന കർശനമായതോടെയാണ് ഒറ്റപ്പാലം വഴി കഞ്ചാവ് കടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മലപ്പുറത്തേക്ക് കടക്കുകയാണ് ചെയ്യാറുള്ളത്. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ A അജീഷ്, SI M സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉൾപ്പെട്ട സംഘമാണ് യുവാവിനെ പിടികൂടിയത്. മാരക മയക്കുമരുന്നായ MDMA-യുമായി ഓങ്ങല്ലൂർ സ്വദേശി പാറമേൽ മൻസൂറിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 6 ഗ്രാം മയക്കുമരുന്നും പിടികൂടി. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും SI മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും SI മണികണ്ഠൻ പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ ആനന്ദ് സർ IPS സാറുകളുടെ നേതൃത്വത്തിൽ
ഷൊർണൂർ സബ് ഡിവിഷനിൽ ബഹുമാനപ്പെട്ട ഷൊർണൂർ DYSP ശ്രീ മനോജ് സാർ അവരുടെ മേൽനോട്ടത്തിലും പട്ടാമ്പി പോലീസ് പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം, വിൽപ്പന, കടത്തലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇന്നത്തേക്ക് ഏകദേശം 32ഓളം കേസുകൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗവും കടത്തലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പട്ടാമ്പി പോലീസിന് പിടികൂടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 4 മീഡിയം ക്വാണ്ടിറ്റി കഞ്ചാവ്, അതുപോലെ തന്നെ 27 ആളുകൾ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇന്നലെ 6 ഗ്രാം MDMA-യുമായിട്ട് മൻസൂർ എന്ന കല്ലാടിപ്പറ്റ ഓങ്ങല്ലൂർ സ്വദേശിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ മിനിഞ്ഞാന്ന് 1.25 കിലോയോളം കഞ്ചാവ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പട്ടാമ്പി സ്വദേശികളുടെ എല്ലാവരുടെയും പിന്തുണ ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം, ലഹരി കടത്തൽ, ലഹരി വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കുന്നതിന് അപേക്ഷിക്കുന്നു. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾക്ക് ക്ഷാമം. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ്. മരുന്നിൻ്റെ വില പലർക്കും താങ്ങാനാവുന്നതിലും കൂടുതൽ. പ്രതിസന്ധികൾക്കിടയിലും ഡയാലിസിസ് സെന്ററിൽ മികച്ച സേവനമാണ് ലഭിക്കുന്നതെന്നും രോഗികൾ. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾക്ക് ക്ഷാമം തുടങ്ങിയിട്ട് 6 മാസമായി. ഡയാലിസിസ് കഴിഞ്ഞതിനു ശേഷം കഴിക്കേണ്ട തുടർ മരുന്നുകൾ പൂർണ്ണമായും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇപ്പോൾ വില കൂടിയ മരുന്നുകൾ ലഭിക്കുന്നില്ല. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ശരാശരി ഒരാഴ്ചയ്ക്കുള്ള മരുന്നിന് 2000 രൂപയിലേറെ വരുന്നുണ്ട്. പലർക്കും ഈ തുക താങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. മരുന്നിന് പണമില്ലാതെ തുടർ മരുന്ന് മുടങ്ങുന്ന സാഹചര്യങ്ങളുമുണ്ട്. കിഡ്നി രോഗം വന്നതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വരുമാനം നിലച്ചവരാണ് ഭൂരിഭാഗവും. ഇവരെ പരിപാലിക്കുന്നവർക്കും കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസും അവിടെ നിന്ന് ലഭിച്ചിരുന്ന മരുന്നുകളും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരുന്നൊന്നുമില്ല, ഒക്കെ പുറത്ത് മേടിക്കണം. അപ്പോൾ കാശ് നല്ല വരുന്നുണ്ട്. അപ്പോൾ അതിന് പൈസ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് എങ്ങനെയും സഹായിക്കുക, ഒരു ഹെൽപ്പ് ചെയ്തിട്ട് മരുന്നൊന്നും വെട്ടി തരട്ടെ. ആവശ്യത്തിന് മരുന്ന് വാങ്ങാനുള്ള പണത്തിന്റെ കുറവാണ് മരുന്ന് ക്ഷാമത്തിന് കാരണം. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഡയാലിസിസ് സെന്ററിന് നഗരസഭയും കാപ്സും നൽകുന്ന ധനസഹായം മാത്രമാണ് ലഭിക്കുന്നത്. ഈ വർഷം നഗരസഭ 40 ലക്ഷം രൂപയാണ് ഡയാലിസിസ് സെന്ററിന് നൽകിയിരുന്നത്. ഈ തുക ലഭിക്കുമ്പോൾ തന്നെ 35 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ടായിരുന്നു. ചെലവ് വഹിക്കുന്നത് നഗരസഭ മാത്രമാണെങ്കിലും 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്നുണ്ട്. 12 ഡയാലിസിസ് മെഷീനാണ് ആശുപത്രിയിലുള്ളത്. ശരാശരി ഒരു ദിവസം 36 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരു വർഷം ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കണമെങ്കിൽ 1,14 ലക്ഷം രൂപ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ചെലവ് വരുന്നുണ്ട്. ഇത്രയേറെ പ്രതിസന്ധിയിലും ഡയാലിസിസിന് ഒരു മുടക്കവുമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിമാമു പറഞ്ഞു. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ തുക കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതി വിരുദ്ധ പീഡനം പോക്സോ കേസിൽ ട്രഷറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ചൈൽഡ് ലൈന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. തെങ്കര കൊങ്ങൻപറമ്പിൽ ഉണ്ണികൃഷ്ണനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതോടെ ബന്ധുക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് മണ്ണാർക്കാട് പോലീസ് മൊഴിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചെറുപ്പുളശ്ശേരി റൂറൽ ജില്ലാ ട്രഷറി ജീവനക്കാരനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് യുവാക്കളെ ബൈക്കിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. പെരുമ്പിടാരി നായാടിക്കുന്ന് പാറപ്പുറവൻ ഷെഫിൻ ബാദുഷയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-ന് തെങ്കര കൊറ്റിയോട് സ്വദേശി വൈഷിൻ ഉക്കാഷും സുഹൃത്ത് ആഷിഫും ബൈക്കിൽ പോകുന്നതിനിടെ ഇവരുടെ സുഹൃത്തിനെ ഫോണിൽ അസഭ്യം പറഞ്ഞത് പ്രതികളെയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ ബൈക്കിൽ പിന്തുടർന്ന് വെള്ളാരംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചുവെന്ന ഉക്കാഷിന്റെ പരാതിയിലാണ് അറസ്റ്റ്. കൂട്ടുപ്രതികളെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി ആലിക്കൽ അജ്നാസിനെയാണ് അറസ്റ്റ് ചെയ്തത്.
തടങ്കലിൽ പാർപ്പിക്കുന്നതിന് ജില്ലാ കലക്ടർ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നുമാണ് അജ്നാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർദ്ദേശം നൽകിയിരുന്നു. പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ നിരവധി വധശ്രമ കേസുകളിലും കഞ്ചാവ്, MDMA ലഹരിക്കടത്ത് തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായ അജ്നാസിനെ മുൻപ് കാപ്പ നിയമപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അജ്നാസ് രഹസ്യമായി നാട്ടിലെത്തിയ കാരണത്തിന് 1 വർഷം മുമ്പ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ജില്ലയിൽ പ്രവേശന വിലക്കിന്റെ കാലാവധി തീർന്നതോടെ അജ്നാസ് വീണ്ടും നാട്ടിലെത്തി അങ്ങാടിപ്പുറത്ത് വധശ്രമ കേസിൽ പ്രതിയാവുകയും ചെയ്തതോടെ വീണ്ടും കാപ്പ നിയമപ്രകാരം അജ്നാസിനെ അറസ്റ്റ് ചെയ്തു. തടങ്കലിൽ പാർപ്പിക്കുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും. ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ, അഡീഷണൽ SI ഷാഹുൽ ഹമീദ്, CPOമാരായ സൽമാൻ, ജയൻ, നിഖിൽ, കൃഷ്ണപ്രസാദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. പാൽ വിതരണം നടത്തുന്ന ലോറി മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കോഴിക്കോട് പാലിറക്കി പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്നു ലോറി. വ്യാഴാഴ്ച പുലർച്ചെ 2:45ഓടെയാണ് അപകടമുണ്ടായത്. പൊള്ളാച്ചി സ്വദേശികളായ ഡ്രൈവർ അമല ലിംഗേശ്വരൻ, സഹായി അബ്ദുൽ ഹമീദ് എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. 2 പേരെയും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയാണ് ആദ്യം അപകട സ്ഥലത്തെത്തിയത്. ഈ സമയം ലോറിയിൽ നിന്നും ഇന്ധനം ചോർന്നിരുന്നു. ഉടനെ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി ചോർച്ച പരിഹരിച്ചു. ഗതാഗതവും നിയന്ത്രിച്ചു. ഇടതുഭരണം വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്ക് വേണ്ടിയെന്ന KPCC ഉപാധ്യക്ഷൻ VT ബൽറാം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു BJP MLA പോലും ഇല്ലെങ്കിലും വർഗീയ ഫാസിസ്റ്റ് അജണ്ട കൃത്യമായി നടത്തുന്ന സംസ്ഥാനമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമെന്നും തൃശൂർ പൂരം കലക്കിയതിൽ BJP നേതാക്കൾക്ക് പരാതിയില്ലെന്നും VT ബൽറാം പറഞ്ഞു. എന്തിനാണ് BJP മറ്റ് സംസ്ഥാനങ്ങളെ പോലെ MLA-മാരെ ചാടിച്ചൊക്കെ സർക്കാർ ഉണ്ടാക്കാൻ കേരളത്തിൽ ശ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. 140 അംഗ കേരള നിയമസഭയിൽ ഔദ്യോഗികമായി BJPക്ക് ഒരാൾ പോലും ഇല്ല എങ്കിലും ഇന്ത്യയിൽ BJPയുടെ അജണ്ട, RSSന്റെ അജണ്ട ഏറ്റവും ഭംഗിയായി നടക്കുന്ന ഒരു സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ ഏർപ്പാടുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള 1.5 വർഷവും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് കഴിഞ്ഞാൽ മാറ്റം വരും. കാരണം RSS BJP ഇയാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ തല അവരുടെ കക്ഷത്തിലാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ലാവലിൻ കേസ് 40ഓളം തവണ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. വീണ വിജയനെതിരായിട്ടുള്ള SFIO അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് പറയുന്നത് ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷെ പൊതുയോഗത്തിലേ പറയുള്ളൂ. പൊതുയോഗത്തിൽ പറയും ഇന്ത്യയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന ആരുടെ ഓഫീസിലാണ് നിങ്ങൾക്കറിയില്ലേ? സാഥിയോ, ഭായിയോ, ബഹനോ. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം അധ്യക്ഷനായി. നേതാക്കളായ P രാജരത്നം, ഓമന ഉണ്ണി, P ഗിരീശൻ, K രാമകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, KM ഹനീഫ, EK ജസീൽ, P മോഹനൻ, വിനോജ് രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിയിൽ റോഡിൽ നിന്നും കല്ല് തെറിച്ച് വ്യാപാര സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തെ ഫുട്വെയർ കടയുടെ മുൻവശത്തെ ഗ്ലാസാണ് തകർന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. ചെർപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന ഫുട്വെയർ ഷോപ്പിന്റെ മുൻവശത്തെ കട്ടിയുള്ള ഗ്ലാസാണ് തകർന്നത്. വേഗതയിൽ കടന്നുപോയ ബസ്സിനടിയിൽ നിന്നുമാണ് ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്ക് കല്ല് തെറിച്ചതെന്നും തെറിച്ചു വന്ന കല്ലിന്റെ ആഘാതത്തിൽ ഉഗ്രശബ്ദത്തോടെ ഗ്ലാസ് തകരുകയായിരുന്നെന്നും സ്ഥാപന ഉടമ പറഞ്ഞു. മറ്റേ ബസ്സിൽ ചീനിപ്പോൾ കയറിപ്പന്നെ പോകുമ്പോൾ കല്ലെറിച്ചങ്ങാണ്ട് ഗ്ലാസ് പൊട്ടിയതാണത്. ഒരു 4 മണി 4:45 മണി സമയത്തുള്ള റൂട്ടിനാണ് അത് സംഭവിച്ചത്. നമ്മൾ പെട്ടെന്നായിരുന്നു. കസ്റ്റമർ അകത്തേക്ക് കയറി നിൽക്കായിരുന്നു. അപ്പം തന്നെ ഒരു വലിയ സൗണ്ട് ഉണ്ടായിട്ട് വരുമ്പോഴാണ് കസ്റ്റമർ ഉള്ളിലേക്ക് കയറി. അങ്ങോട്ട് പിന്നെ ഇല്ല
നമ്മൾ ഓൾറെഡി ഷോപ്പിൻ്റെ പണി ഇങ്ങനെ ഡിലേ ചെയ്ത് റോഡ് പണിയും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ പെരുന്നാൾക്ക് തുറക്കാൻ വിചാരിച്ച ഷോപ്പ് ഏകദേശം ഒരു 6 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡിലേ ആക്കിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ 2 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോഴാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത്. പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഒരു 70,000-80,000 രൂപ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി റോഡ് കല്ലിട്ട് ഉയർത്തുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേണം. വാർത്തകൾ തുടരുന്നു. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് തുടക്കമായി. ഫാദർ ഡോക്ടർ ജോസഫ് പുത്തൻപുരയ്ക്കൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവം നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ഫാദർ ഡോക്ടർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ദൈവം, മനുഷ്യർ, മനസാക്ഷി, പ്രകൃതി എന്നിവയുമായി കുട്ടികൾ ഇണങ്ങി ജീവിക്കണമെന്നും ഇതിന് സ്കൂളുകളിൽ നിന്നും തുടക്കം കുറിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം കമുക് പോലെ വളരാൻ പറ്റണം. അതുപോലെ മക്കളെയും അടക്കം ചുമ്മാ നട്ടല് കളിക്കാതെ കുഞ്ഞിയാക്കുക. ധൈര്യമുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. ആ ധൈര്യത്തിൻ്റെ ബാലപാഠമാണ് കലാവേദികൾ കുഞ്ഞുങ്ങൾ ആർജിക്കുക, സ്വന്തമാക്കുക. നമുക്കറിയാം, നമുക്ക് 4 ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈശ്വരൻ കഴിവുന്നുണ്ട്. 4 ബന്ധങ്ങൾ. 1 ഈശ്വരനോട്, 2 മനുഷ്യരോട്, 3 മനസാക്ഷിയോട്, 4 പ്രപഞ്ചത്തോട്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഈ 4 ബന്ധങ്ങൾ വളരുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു സ്കൂളും അധ്യാപകരും അനധ്യാപകരും. പേരൻസ് ഈ 4 വിധത്തിൽ മക്കളെ വളരുവാൻ വൃത്തിയും ചിട്ടയും നിഷ്ഠയുമുള്ള സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നു. സഹോദയ പ്രസിഡന്റ് ഷാജി കെ തയ്യൽ അധ്യക്ഷനായി. കെ പ്രേംകുമാർ MLA, ലതാ പ്രകാശൻ, കലാരംഗ് കോർഡിനേറ്റർ സജിനി പ്രകാശ്, CB പ്രേംജിത്ത്, ടെസി കാച്ചപ്പള്ളി, ബവിൻ വിനോദ്, OP ജോയ്സി, അരുൺ രവി എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 70 സ്കൂളുകളിൽ നിന്നായി 4100 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 139 ഇനങ്ങളിൽ 4 വിഭാഗങ്ങളിലായാണ് മത്സരം. ആദ്യ ദിവസം വിവിധ സ്റ്റേജ് തര മത്സരങ്ങളും സംഘനൃത്തം, നാടോടി നൃത്തം, മാർഗംകളി, ഭരതനാട്യം, ഓട്ടംതുള്ളൽ തുടങ്ങിയ മത്സരങ്ങളും നടന്നു. വെള്ളിയാഴ്ച മോഹിനിയാട്ടം, ദഫ്മുട്ട്, കുച്ചിപ്പുടി, മോണോ ആക്ട്, ലളിതഗാനം, മൃദംഗം, തബല മത്സരങ്ങൾ വിവിധ വേദികളിലായി നടക്കും.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന് ആവശ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊപ്പം പഞ്ചായത്തിൽ ചേർന്ന പബ്ലിക് ഹിയറിംഗിലാണ് ഈ ആവശ്യം ഉയർന്നത്. കാർഷിക മേഖലയിൽ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യം കൊപ്പം പഞ്ചായത്തിൽ ചേർന്ന പബ്ലിക് ഹിയറിംഗിൽ ഉയർന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിനാവശ്യമായ അനുമതികൾ ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായാണ് പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. പഞ്ചായത്തിൽ പരാതികൾക്ക് ഇടം നൽകാതെ തന്നെ പദ്ധതി പ്രവൃത്തികൾ നടപ്പാക്കുന്നതായും വിലയിരുത്തി. ജനോപകാരമായ പദ്ധതികൾക്ക് മുൻഗണന നൽകണമെന്നും ആവശ്യമുയർന്നു. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നത്. അത് കേന്ദ്ര സർക്കാരാണ് അത് പദ്ധതികൾ നടപ്പാക്കുന്നത്. നേരെ മറിച്ച് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയാണ് മുനിസിപ്പാലിറ്റികളിൽ, അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ റോഡിന്റെ സൈഡൊക്കെ നടക്കാൻ പറ്റാതെ പൊന്ത പിടിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടിക്കൂടെ, ഈ തൊഴിലാളികൾക്ക് അതൊന്ന് ചെയ്തുകൂടെ, ഈ തോട്ടിനും അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കണോ, ഒരു ഉപകാരമുള്ള പണി ചെയ്യണ്ടേ എന്ന് ഞങ്ങളോട് ജനപ്രതിനിധികളോട് നിരന്തരമായ ആളുകൾ പറയും. പക്ഷേ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി നിർമ്മിത വർക്കുകളെ ചെയ്യാൻ പാടൂ എന്ന നിബന്ധന വെച്ചതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡിലുള്ള പൊന്ത വെട്ടാനുള്ള ആ സംവിധാനം ഇല്ലാതായിരിക്കുകയാണ്. പക്ഷെ അപ്പൊ ഇത് നമ്മൾ പറയുമ്പോഴാണ് പറയുക, നിങ്ങളൊന്നും നോക്കിയപ്പോ പട്ടാമ്പി ആമീരം കടന്നാല് റോഡിന്റെ സൈഡൊക്കെ ചെത്തി കോരി മിനുക്കിയിരിക്കുകയാണ്. എന്താ അവിടെ നടക്കണ്ടല്ലോ? അതാണ് ഞാൻ പറയുന്നത്. അത് മുനിസിപ്പാലിറ്റിയുടെ ഈ അയ്യങ്കാളി പദ്ധതിയാണ്, അത് സംസ്ഥാന സർക്കാർ. പട്ടാമ്പി അഡീഷണൽ ശിശുവികസന പദ്ധതി ഓഫീസർ കെ എ ബിന്ദു അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന, പട്ടാമ്പി ബ്ലോക്ക് BPO VA ഗീത, AK സുലൈഖ, TV വത്സല, K ശ്രീജ, AP രാമദാസ്, AP അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. അനങ്ങനടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗ്ലോബൽ KMCC സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ സമർപ്പണം നടന്നു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. അനങ്ങനടി പഞ്ചായത്ത് പരിധിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയായ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്കാണ് ഗ്ലോബൽ KMCC ആംബുലൻസ് സ്പോൺസർ ചെയ്തത്. ചുരുങ്ങിയ നിരക്കിൽ എല്ലാവർക്കും സേവനം ലഭ്യമാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ആംബുലൻസിന്റെ സർവീസ്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു. നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ചികിത്സയും അതേപോലെ ഇത്തരം ആംബുലൻസിന്റെ പോലെയുള്ള സേവന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുള്ള സഹോദരിമാരായിട്ടുള്ള ആളുകൾക്ക് പാവപ്പെട്ട ആളുകളാണ്. ആ പാവപ്പെട്ട ആളുകളുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഏത് വിധേനയാണോ നമ്മാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാൻ പറ്റുക ആ രീതിയിലേക്ക് അവർക്ക് ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനി ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുമുണ്ട്. സൊസൈറ്റി ചെയർമാൻ K അബ്ദുസലാം അധ്യക്ഷനായി. സൊസൈറ്റി അംഗത്വ വിതരണ ക്യാമ്പയിൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മൗലവി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ TP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോതകുർശിയിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മ സമാഹരിച്ച ചാരിറ്റി ഫണ്ട് P അബ്ദുറഹ്മാൻ ഏറ്റുവാങ്ങി. സൊസൈറ്റി കൺവീനർ P ഉണ്ണീൻകുട്ടി, ട്രഷറർ KK സിദ്ദീഖ്, വിവിധ വാർഡ് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സൊസൈറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം വരുന്നു. വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്തായാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം വരുന്നത്. ദീർഘകാലത്തെ ആവശ്യമാണിത്. SBI ശാഖയ്ക്ക് എതിർവശത്തായി 6 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി വ്യാപാര ഭവൻ എന്ന പേരിലാണ് കെട്ടിടം ഉയരുക. ഓഫീസ് റൂം, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVS ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. എല്ലാ പ്രവർത്തനങ്ങൾക്കും വേദിയാകുന്നത് നമ്മുടെ വ്യാപാര ഭവനാണ്. അങ്ങനെ വ്യാപാര ഭവൻ എന്നത് വ്യാപാരിക്ക് മാത്രമല്ല അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത്, അതിന്റെ ഗുണഭോക്താക്കൾ ഈ നാടാണ് എന്നതുകൊണ്ട് തന്നെ
ഈ നാടിന്റെ ഏറ്റവും മികച്ച സമ്പത്തായി ഈ ഓങ്ങല്ലൂരിലെ വ്യാപാര ഭവൻ മാറുമെന്നതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. നമ്മുടെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കുന്നതും നാടിന്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട നിരവധിയായ ജനങ്ങളുണ്ട്. 500-ലേറെ ആളുകൾ മരണപ്പെട്ടു. 1000-ലേറെ കെട്ടിടങ്ങളും വാസസ്ഥലങ്ങളും ഇല്ലാതായി. നിരവധി ആളുകൾ സ്വന്തം താമസ സ്ഥലത്തിൽ നിന്നും വാസസ്ഥലത്തിൽ നിന്നും പിഴുതെറിയപ്പെട്ടു. ഒരു നാടിനുണ്ടായ നടുക്കുന്ന നഷ്ടം വേദനയോടുകൂടിയ ഓരോ മലയാളിയും കണ്ടത്. ആ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്തത് എന്താ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ നാണയത്തൊട്ടും നാം ശേഖരിക്കും. നാം ആ നാണയത്തൊട്ടുകളെ, ആ സംഭാവനകളെ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ആ വയനാട്ടിൽ നേരിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളത് വിതരണം ചെയ്യും. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ്, മുൻ DMO ഡോക്ടർ വേണുഗോപാൽ, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, KP റസാഖ്, സിദ്ദീഖ് പത്രാസ്, M. രവി, ഷാജി കൊപ്പം തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശുചീകരണ യജ്ഞം നടത്തുന്നത്. വ്യാഴാഴ്ച മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. റെയിൽവേ നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള NSS വിദ്യാർത്ഥികളും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. സ്റ്റേഷനോട് ചേർന്നുള്ള 3 ഏക്കറോളം സ്ഥലമാണ് ശുചീകരിക്കുന്നത്. വ്യാഴാഴ്ച മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TK നാരായണദാസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാര്യങ്ങൾക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുള്ള വലിയ അനുഗ്രഹമാണ്. പക്ഷെ അതേസമയത്ത് ആ പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് പോലും ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ എല്ലാം കൂടി ചേർന്ന് കടലിലെത്തുന്നു. അതുകൊണ്ട് കടലിൽ 1 കിലോമീറ്റർ ദൂരത്തോളം പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന മത്സ്യങ്ങളിൽ പോലും പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മൾ മത്സ്യം കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കഴിക്കുന്നു എന്നുള്ള അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ആ രൂപത്തിൽ വളരെ ഗൗരവമായ അവസ്ഥ ഈ പ്ലാസ്റ്റിക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നോ പ്ലാസ്റ്റിക് ക്യാമ്പയിൻ എന്നത് അഖില ലോക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റു മാലിന്യങ്ങളും. അതുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യുക എന്നത്, അത് സംസ്കരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ ഹരിത കേരള മിഷൻ വളരെ വലിയ ചുവടുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിലും സ്റ്റേഷൻ സൂപ്രണ്ട് EK ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്റ്റേഷൻ മാസ്റ്റർമാരായ ദീപ്തി മോൾ, നിനു ജോസഫ്, NSS പ്രോഗ്രാം ഓഫീസർ T. മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ 40ഓളം കുട്ടികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. വരും ദിവസങ്ങളിൽ മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എത്തും. എല്ലാ വിഭാഗം ആളുകൾക്കും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാമെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് EK ബാബു പറഞ്ഞു. സംഘടനകളെല്ലാം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 2 വരെ വിവിധ എല്ലാ ദിവസങ്ങളും ഓരോ സംഘടനകൾ വന്നുകൊണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്ന വലിയൊരു പ്രോജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സറൗണ്ടിങ് ഏരിയയുള്ള ഒരു സ്റ്റേഷനായി നമുക്ക് പറയാം. ഏകദേശം 3.5 ഏക്കറോളം സ്ഥലമാണ് പട്ടാമ്പിയുടെ ഹൃദയത്തിൽ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അത് എന്നും ശുചിത്വത്തോടെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് വളരെ വലിയൊരു യജ്ഞമാണ്. റെയിൽവേ 5-6 റെയിൽവേ ജീവനക്കാർ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ബഹുജന പങ്കാളിത്തത്തോട് മാത്രമേ നമുക്ക് പട്ടാമ്പിയുടെ ഹൃദയത്തിലുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണ ശുചിത്വമായി സൂക്ഷിക്കാൻ കഴിയൂ. ശീതളപാനീയങ്ങളും കുപ്പിവെള്ളവും കുടിച്ച് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകൾ ഉപയോഗിച്ച് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയത് അതിമനോഹരമായ കഥകളി ചിത്രമാണ്. സ്കൂളിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കണമെന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആശയമാണ് ഇത്തരത്തിലുള്ള കലാസൃഷ്ടിയിലേക്ക് എത്തിച്ചത്. +2 ബയോമാക്സ് വിദ്യാർത്ഥികളായ KJ ജീവൻ, അമൽ ആനന്ദ്, AC അജിത് കൃഷ്ണൻ, V സഞ്ജയ്, P വിഷ്ണു, നിവേദ് P അനിൽ, PS പൂജ, മിത്ര മനോജ് എന്നീ 8 പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രയത്നത്തിന് പിന്നിൽ.
1 മാസത്തിന്റെ അധ്വാന ഫലമായാണ് ഇത്തരത്തിൽ ഒരു കലാരൂപം നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിലെ ഒഴിവുനേരങ്ങൾ കണ്ടെത്തിയാണ് ഇതിന്റെ പിന്നിലെ പണികൾ പൂർത്തിയാക്കിയത്. വിവിധ ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞ 4000-ഓളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് കുറേയധികം പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പുകൾ ശേഖരിച്ചത്. ബാക്കിയുള്ളത് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞവയും കണ്ടെത്തി അവ ശേഖരിച്ചാണ് നിർമ്മാണം. അഞ്ചടി ഉയരവും 5 അടി വീതിയും കലാസൃഷ്ടിക്കുണ്ട്. കൃത്യമായ വലുപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി അതിലേക്ക് വെക്കുകയുമാണ് ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കണതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ അപ്രോക്സിമേറ്റ്ലി 3500 സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു. പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ 3 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഞങ്ങൾ ഈ അടപ്പുകൾ ശേഖരിച്ചത്. ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ആർട്ടാണ്. കാരണം ഞങ്ങൾക്ക് 3 സ്ഥലങ്ങളിൽ നിന്ന് ചോദിക്കാതെ പെട്ടെന്ന് പോയി ചോദിച്ച് കിട്ടിയതാണ് ഇത്ര അടപ്പുകൾ. അപ്പോൾ ഞങ്ങളിത് മുൻകൂട്ടി ഒരാഴ്ച ടൈമൊക്കെ കൊടുത്ത് പോയിട്ടുണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനും കൂടുതൽ കിട്ടിയേനെ. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ 3000-ൻ്റെ മേലെ അടപ്പുകൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് നമുക്ക് ചിന്തിക്കാൻ പറ്റണത് എന്താ, കാരണം ഈ 3 സ്ഥലങ്ങളിലേ ഉള്ളൂ 3000 അടപ്പ്. അതൊരു 5-6 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000 അല്ലെങ്കിൽ 17,000-ൻ്റെ മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ അടപ്പുകൾ ഇത്ര ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര അധികം കിട്ടുകയാണെങ്കിൽ ഈ ഒക്കെ പോട്ടെ, ഈ ഒരു ലൊക്കാലിറ്റിയുടെ ഉള്ളിൽ അപ്പോൾ എത്ര കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഈ കഥകളി എടുക്കാൻ കാരണം കേരളത്തിനും പിന്നെ മലയാളികൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കഥകളിയായിട്ടാണ്. നമ്മളുടെ സംസ്കാരത്തിനെയും പിന്നെ നമ്മളുടെ രീതികളെയും കൂടുതലും ഇണങ്ങി ചേർന്ന് നിൽക്കുന്നതാണ് കഥകളി. പ്രയത്നത്തിന് അധ്യാപകരുടെ സഹായവും വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു. കേരള സർക്കാരിന്റെ ശുചിത്വ മിഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര IAS സ്കൂൾ എത്തി ചിത്രം സന്ദർശിക്കുകയും ഇത്തരത്തിൽ അജൈവ മാലിന്യങ്ങളിൽ നിന്നും കലാസൃഷ്ടികൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തിരുന്നു. ഭരതനാട്യം കലാരൂപത്തെ അടുത്തറിഞ്ഞ് പാറൽ വീട്ടിക്കാട് LP സ്കൂളിലെ കുരുന്നുകൾ അന്യം നിന്നു പോകുന്ന ഭാരതീയ കലാരൂപങ്ങളെ പരിരക്ഷിക്കുന്നതിനും തനിമ നിലനിർത്തുന്നതിനും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനും ഉദ്ദേശിച്ച് ഡൽഹി ആസ്ഥാനമായ സ്പീക്ക് മാക്കോ ആണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പീക്ക് മാക്കോയുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പാറൽ വീട്ടിക്കാട് AMLP സ്കൂളിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. നർത്തകി ദീപ്തി പാറോളാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്. നൃത്തത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ക്ലാസും കുട്ടികൾക്ക് കൗതുകമായി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരെയെല്ലാം ഭരതനാട്യം അവതരണം ഒരുപോലെ ആകർഷിച്ചു. ഭരതനാട്യ കലാരൂപത്തെ അടുത്തറിയാൻ കുട്ടികൾക്ക് സാധിച്ചു. പ്രധാനാധ്യാപിക K. റെയ്ഹാനത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ഹുസൈൽ പാറൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗം കൺവീനർ KP റഷീദ, VP ദീപ, VK സനിയ, V ഷബ്ന, P ഷമീമ, V ഷബീബ, KK ഷൈജൽ, PK നിഹാല തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരി ഓപ്പൺ ജിമ്മിന് സമീപത്ത് ശുചീകരണ പ്രവൃത്തികൾ നടത്തി വിദ്യാർത്ഥികൾ. കാറൽമണ്ണ CCST കോളേജിലെ NSS വളണ്ടിയർമാരാണ് പ്രദേശം വൃത്തിയാക്കിയത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യത്തൊട്ടാകെ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹേ സേവ 2024 ക്യാമ്പയിന്റെയും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെയും ഭാഗമായാണ് ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഓപ്പൺ ജിം പരിസരം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്.
കാറൽമണ്ണ CCST കോളേജിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പ്രദേശം വൃത്തിയാക്കിയത്. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശീലമായ മരണം വലിച്ചെറിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇറങ്ങുമ്പോൾ ഒരു കാരണം അത് വലിച്ചെറിയാൻ പാടില്ലാത്തതെന്ന് തോന്നലുണ്ടായോ? അതേ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ ഇതുകൊണ്ട് ആകെ മാറുന്നല്ല. ഇത് നമ്മൾ ചെയ്ത് തെറ്റാണ്. ഇത് വലിച്ചെറിഞ്ഞാൽ ഇത് മുഴുവൻ എത്തിച്ചേരുന്നത് വെള്ളത്തിലാണ്. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പുഴയിലെ വെള്ളമാണ്. നമ്മൾ എന്ത് തെരുവിലിട്ടാലും ഏത് മാലിന്യം തെരുവിലിട്ടാലും ഇതെല്ലാം ഒലിച്ച് തെരുവിൽ മൂത്രമൊഴിച്ചാൽ അത് എത്തുന്നത് എവിടെയാണ് അല്ലേ? അപ്പോൾ വലിച്ചെറിയ മുക്ത ഭാരതം. അപ്പോൾ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത CCST കോളേജിലെ NSS വളണ്ടിയർമാർ ഇതിൽ ഏറ്റവും നല്ല ശുചിത്വബോധമുള്ള നല്ല പൗരന്മാരായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ C. കമലം അധ്യക്ഷത വഹിച്ചു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ, ജയപ്രകാശ്, കൗൺസിലർ VT സാദിഖ് ഹുസൈൻ തുടങ്ങിയവരും നഗരസഭാ ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസ് ഒറ്റപ്പാലവും സംയുക്തമായി ശ്രീകൃഷ്ണപുരത്ത് PMFME വായ്പാമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സൈദാലി ഉദ്ഘാടനം നിർവഹിച്ചു. 55 സംരംഭകരും ശ്രീകൃഷ്ണപുരം ബ്ലോക്കിന് കീഴിലുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംരംഭക വികസന ഉദ്യോഗസ്ഥരും വായ്പാമേളയിൽ പങ്കെടുത്തു. ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വിരാധിക അധ്യക്ഷയായി. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസർ ബൈജു K, ബ്ലോക്ക് മെമ്പർമാരായ പ്രജീഷ് കുമാർ, ഷീജ, പത്മപ്രിയ, ഷീബ പാട്ടത്തൊടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ V. ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കനറ ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ വർഷ, ചെറുപ്പുളശ്ശേരി കനറ ബാങ്ക് മാനേജർ സുപ്രജ, കേരള ബാങ്ക് ശ്രീകൃഷ്ണപുരം മാനേജർ ശ്രീജ, PMFMEയുടെ DRPമാരായ ശശീന്ദ്രൻ, മുരളീധരൻ, മിഥുൻ എന്നിവർ സംരംഭകരുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും മേളയിൽ വെച്ച് 10 ലക്ഷം രൂപയുടെ ഒരു വായ്പാ അനുമതി പത്രം കൈമാറുകയും ചെയ്തു. ഏകദേശം 1.15 കോടി രൂപയുടെ അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. വായ്പാമേളയോടനുബന്ധിച്ച് വ്യവസായ വകുപ്പിന്റെ പദ്ധതിയിലൂടെ പ്രവർത്തനം ആരംഭിച്ച 6 യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിൽപ്പന സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ യുവജനോത്സവത്തിന് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥിയും ഗായികയുമായ അനഘ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് ജാബിർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഗോവിന്ദരാജൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ KB സുനിൽ രാജ്, ഡെപ്യൂട്ടി HM A. ജ്യോതി, സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ റിൻസിയ, സ്കൂൾ ലീഡർ മഞ്ജിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ അരങ്ങേറി. कलाम पेश करती हूँ। दौरे हयात आएगा कातिल कज़ा के बाद। ഇടവേള. വാർത്തകളിലേക്ക്. മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ച് ചെർപ്പളശ്ശേരിയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചെർപ്പളശ്ശേരി നഗരസഭ സംഘടിപ്പിക്കുന്ന ചന്തം ചാർത്താൻ ചെർപ്പളശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് നഗരസഭയിലെ വാർഡുകളിൽ 4000 മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തത്. ഇതിന്റെ മുന്നോടിയായാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. EMS ടൗൺ ഹാളിൽ വെച്ച് നടന്ന ക്ലാസ് നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ കാൽവെപ്പാണ് ഈ പ്രൊജക്റ്റ്. മെൻസ്ട്രൽ കപ്പ് മാലിന്യ നിർമ്മാർജ്ജനം തമ്മിലുള്ള ബന്ധം എന്നെ കഥയ്ക്കറിയാം. ഇന്ന് ഇത്തരം വസ്തുക്കൾ എങ്ങനെ സംസ്കരിക്കണം, അത്ര ഡയപ്പറുകളും ഇതും സംസ്കരിക്കാനുള്ള സംവിധാനം കേരളത്തിൽ തന്നെ വളരെ വിരളമായ സ്ഥലത്താണ്. 1-2 സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ. അപ്പം മറ്റുള്ളിടത്തൊക്കെ തന്നെ ഇത് അശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനം ഇപ്പോൾ നിലവിൽ
ഇത്തിരി പുരോഗമിച്ചുള്ള കേരളത്തിലുണ്ട്. അപ്പോൾ എന്തായാലും മെൻസ്ട്രുവൽ കപ്പ് അത് ഉപകരിക്കട്ടെ എന്നതോടൊപ്പം നമുക്ക് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് 2025 മാർച്ചോടുകൂടി കേരളം മാലിന്യമുക്തമാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കോടതിയടക്കം ഇടപെട്ടുകൊണ്ട് വലിയൊരു കർമ്മ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. HLL പ്രതിനിധി ഡോക്ടർ റീനോ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ, KT പ്രമീള, CDS ചെയർപേഴ്സൺ പ്രിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹുൽ ഹമീദ്, ജയപ്രകാശ് തുടങ്ങിയവരും കുടുംബശ്രീ ആശാപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. വ്യാപാരികൾക്കായി വാണിയംകുളത്ത് വെച്ച് ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻ കുമാർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. JCI പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിൻ്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തിയത്. വാണിയംകുളം സഹ്യ റീജൻസിയിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻ കുമാർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. മോസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷർ മോസി, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ PK കൃഷ്ണദാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങി ബിസിനസ് മേഖലയിലെ പ്രമുഖരും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കുമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തിയത്. EMS ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യദുകൃഷ്ണ, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ പകർച്ചവ്യാധികളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കാലുകളിലെ മുറിവ് അല്ലെങ്കിൽ കണ്ണോ വായോ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഈ അണു വന്നെത്തിയാൽ അവിടെ നിന്നും രക്തത്തിലേക്ക് കയറും. രക്തത്തിലൂടെ ഈ സാധനം നമ്മുടെ ശരീരത്തിലെ പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളിലാണ് പോകുന്നത്, കിഡ്നിയിലേക്കും ലിവറിലേക്കും. ലിവറിലെത്തിയാൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടാകും. വൃക്കയിലെത്തിയാൽ വൃക്കയ്ക്ക് തകരാറും അതുപോലെ തന്നെ മൂത്രത്തിലൂടെ ഈ അണു പുറത്തേക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എലിപ്പനി ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം പറയുന്നത്. മഴയുള്ള കാലമായതുകൊണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ എലിയുടെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മൃഗങ്ങളുടെയോ ഇൻഫെക്ഷനുള്ള മൃഗങ്ങളുടെ മൂത്രം കിടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയാൽ നമുക്കും വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെയാണ്, കാരണം വെച്ചാൽ ഈ പ്രോസസ്സ് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വിഷയമാണ്. ഈ മാലിന്യം മുക്തമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കളയാണെങ്കിലും കാണാൻ നല്ല ചേലാണ്. വളരാൻ കിട്ടുന്ന എല്ലാ സ്ഥലത്തും പരമാവധി തഴച്ചു വളരും. സസ്യം ബാംഗ്ലൂർ ഡെയ്സിയാണ്. പാടത്തും പറമ്പിലും ഈ ചെടി ധാരാളം കാണാമെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഇതിൻ്റെ പേര് അറിയില്ല. മനോഹരമായ പൂക്കളുടെ ദൃശ്യ സൗന്ദര്യത്തോടെ ബാംഗ്ലൂർ ഡെയ്സിയുടെ വിശേഷങ്ങൾ അറിയാം ഇനി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം മുഴുവനും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടിയാണ് സിംഗപ്പൂർ ഡെയ്സി. ഒരിക്കൽ വേര് പിടിച്ചു വളർന്നാൽ പിന്നീട് വെള്ളമില്ലെങ്കിലും ദീർഘകാലം നിലനിൽക്കുമെന്നത് ഈ ചെടിയുടെ പ്രത്യേകതയാണ്. ഭീമനാട് ചേപ്ലായി ഭാഗത്തെ കൗങ്ങിൻതോപ്പിൽ പച്ച പരവതാനിക്ക് മുകളിൽ മഞ്ഞപ്പൊട്ടി വിതറിയ പോലെ പടർന്ന ബാംഗ്ലൂർ ഡെയ്സി ആരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ്. തേൻ നുകരാൻ എത്തുന്ന ചിത്രശലഭങ്ങളും തേനീച്ചകളും ചെറുവണ്ടുകളും കാഴ്ചയെ ഇമ്പമാക്കുന്നു. കളയുടെ ഗണത്തിൽപ്പെടുന്ന സിംഗപ്പൂർ ഡെയ്സി ട്രെയിലിംഗ് ഡെയ്സി എന്നൊക്കെ അറിയപ്പെടുന്നു. സെൻട്രൽ അമേരിക്ക, കരീബിയൻ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ഈ മഞ്ഞപ്പൂവിന്റെ ഉത്ഭവം. വിഷാംശമില്ലാത്ത ചെടിയാണെങ്കിലും ഭക്ഷ്യയോഗ്യമല്ല. CPM മണ്ണമ്പറ്റ പുളിയക്കാട്ട് തെരുവ് ബ്രാഞ്ച് കമ്മിറ്റിയും ചെർപ്പളശ്ശേരിയിലെ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണമ്പറ്റ ലോക്കൽ കമ്മിറ്റി അംഗം C ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. M പ്രജോഷ് അധ്യക്ഷനായി. ഡോക്ടർ സഞ്ജു ഷാജഹാൻ, MV സിനോയ്, M രാധാകൃഷ്ണൻ, P വിഷ്ണു, C ഷംസുദ്ദീൻ, എബിൻ ബേബി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
അട്ടപ്പാടി ഷോളയൂരിൽ ആദിവാസി യുവതിയെ അടിച്ചുകൊന്ന കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. രണ്ടാം ഭർത്താവ് രംഗസ്വാമിക്കാണ് മണ്ണാർക്കാട് SC/ST കോടതി ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി ഷബാബാണ് അറസ്റ്റിലായത്. പട്ടാമ്പിയിൽ MDMAയുമായി ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റ്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾക്ക് ക്ഷാമം. വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി. മരുന്ന് ക്ഷാമം തുടങ്ങിയിട്ട് 6 മാസം. പ്രതിസന്ധിയിലും ഡയാലിസിസ് മുടക്കമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട്. പ്രകൃതിവിരുദ്ധ പീഡനം. പോക്സോ കേസിൽ ട്രഷറി ഉദ്യോഗസ്ഥൻ അറസ്റ്റ്. ചെർപ്പശ്ശേരി ജില്ലാ ട്രഷറി ജീവനക്കാരനായ തെങ്കര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരത്ത് അരങ്ങുണർന്നു. മാറ്റുരയ്ക്കുന്നത് 70 സ്കൂളുകളിൽ നിന്നായി 4100ഓളം വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.